ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോസ് എന്നും അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇനി മുതൽ പത്രങ്ങളിലെ വാർത്തകൾ കൂടി വീഡിയോസിൽ ഉൾപ്പെടുത്താൻ നോക്കുകയാണ്. അപ്പോൾ ഇന്ന് ജൂൺ 27 വെള്ളിയാഴ്ചത്തെ പത്രത്തിലെ വാർത്തയാണ്. പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. 41 വർഷത്തിന് ശേഷം ബഹിരാകാശത്തും ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലും കാലുകുത്തുന്ന ഇന്ത്യക്കാരനാരാണ്? ശുഭാംശു ശുക്ലയാണ്. ഇന്ത്യൻ സമയം 5:44 ആക്സിയം 4 ദൗത്യത്തിലെ 3 സഹയാത്രികർക്കൊപ്പമാണ് അദ്ദേഹം യാത്ര തിരിച്ചത്. അപ്പം ഏത് ദൗത്യമാണ്? ആക്സിയം 4 ദൗത്യം. ഇന്ത്യൻ സമയം 5:44. യാത്രികരെയും കൊണ്ടുള്ള സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ ആണ് പേടകം. അപ്പോൾ സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ ആണ് പേടകം. മിഷൻ കമാൻഡർ ആരായിരുന്നു? പെഗ്ഗി വിറ്റ്സൺ ആണ്. മിഷൻ കമാൻഡർ പെഗ്ഗി വിറ്റ്സൺ. 1984 ബഹിരാകാശത്ത് എത്തിയ രാകേഷ് ശർമ്മയാണ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ബഹിരാകാശ സഞ്ചാരി. രാകേഷ് ശർമ്മ എന്നാണ് പോയത്? 1984. 41 വർഷത്തിന് ശേഷമാണ് ഇന്ത്യക്കാരൻ. അടുത്ത പോകുന്ന ആരാണ്? ശുഭാംശു ശുക്ലയാണ്. ആദ്യമായി ഒരു ബഹിരാകാശ പേടകത്തിൻ്റെ നിയന്ത്രണം കൈയാളിയ ഇന്ത്യക്കാരനെന്നും, അപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ വ്യക്തിയെന്നും, അതുപോലെ തന്നെ ആദ്യമായി ഒരു ബഹിരാകാശ പേടകത്തിൻ്റെ നിയന്ത്രണം കൈയാളിയ ഇന്ത്യക്കാരനെന്ന വ്യക്തിമാരാണ്? ശുഭാംശു ശുക്ലയാണ്. ആക്സിയം 4 ദൗത്യത്തിൻ്റെ പൈലറ്റ് ആരാണ്? അദ്ദേഹമാണ്. ഏറ്റവും അധികം കാലം ബഹിരാകാശത്ത് ജീവിച്ച വനിത എന്ന റെക്കോർഡുള്ള പെഗ്ഗി വിറ്റ്സൺ ആണ് ദൗത്യത്തിൻ്റെ കമാൻഡർ. ദൗത്യത്തിൻ്റെ കമാൻഡറായ പെഗ്ഗി വിറ്റ്സന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും അധികം കാലം ബഹിരാകാശത്ത് ജീവിച്ച വനിത എന്ന റെക്കോർഡ് നേടിയ പെഗ്ഗി വിറ്റ്സൺ. 2006 ഇന്ത്യൻ വ്യോമസേനയിൽ പൈലറ്റായിട്ട് ആര് പ്രവർത്തനം ആരംഭിച്ചത്? ശുഭാംശു ശുക്ല. 2006. ഇനി നമ്മുടെ 2035 ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന പേരിൽ ബഹിരാകാശത്ത് സ്വന്തം നിലയം സ്ഥാപിക്കാനും നമ്മൾ ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്. 2035 ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന പേരിൽ ബഹിരാകാശത്ത് സ്വന്തം നിലയം സ്ഥാപിക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്. ഇനി എന്താണ് ഡോക്കിങ്? 2 ബഹിരാകാശ പേടകങ്ങൾ ബഹിരാകാശത്ത് വെച്ച് പരസ്പരം കൂട്ടിച്ചേർക്കുന്ന രീതിയാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. ഒരു പേടകത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ബഹിരാകാശ യാത്രികർക്ക് കടക്കാനും ചരക്കുകൾ എത്തിക്കാനുമാണ് നടത്തുന്നത് ഡോക്കിംഗ്. കുട്ടനാടിൻ്റെ പെരുമ ഉയർത്തി ഉമ. ശുഭാംശു ശുക്ലയ്ക്കൊപ്പം പറന്നുയർന്ന ഉമാ നെൽവിത്ത് പിറന്നത് എവിടെയാണ്? കുട്ടനാട്ടിലാണ്. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ 3 പതിറ്റാണ്ട് മുമ്പ് പിറവിയെടുത്തതാണ് ഉമാ നെൽവിത്ത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഗവേഷണത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ശാസ്ത്രജ്ഞ ദേവികയുടെ മകളുടെ പേരാണ് ഈ ഉമ എന്ന നെൽവിത്തിന് നൽകിയിട്ടുള്ളത്. 98 വികസിപ്പിച്ചത്. കുറിയ ഇനമായ പവിഴത്തിൻ്റെയും ഒരു വെള്ളത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള പൊക്കാളിയുടെയും സങ്കരമാണ് ഇത് ഈ ഉമ എന്ന നെൽവിത്ത്. അതിനാൽ അത്യുൽപാദന ശേഷിയും അതുപോലെ തന്നെ കീടപ്രതിരോധ ശേഷിയൊക്കെ ഉള്ള നെൽവിത്തിനമാണ്. ഒരുപാട് വിളവ് ലഭിക്കുന്ന നെൽവിത്തിനമാണ്. അത്യുൽപാദന ശേഷിയൊക്കെ ഉള്ള നെൽവിത്തിനമാണ് ഉമ. അടുത്ത ആക്സിയം 4 അമേരിക്കൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയാണ്. അപ്പോൾ ഉമാ നെൽവിത്ത് നമ്മുടെ ശുഭാംശു ശുക്ലയ്ക്കൊപ്പം പോയ നമ്മുടെ നേട്ടം തന്നെയാണ്. കുട്ടനാട്ടിൽ വികസിപ്പിച്ചതാണ്. ആക്സിയം 4 അമേരിക്കൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ആക്സിയം സ്പേസിൻ്റെ 4ാമത്തെ. അപ്പോൾ ആക്സിയം 4 എന്ന് പറഞ്ഞാൽ എന്താണ്? അമേരിക്കൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ആക്സിയം സ്പേസിൻ്റെ 4ാമത്തെ ബഹിരാകാശ ദൗത്യമാണ് ആക്സിയം 4. ആരൊക്കെയാണ് അതിൻ്റെ സംയുക്ത? നാസയുണ്ട്. നാസ, ISRO, ആക്സിയം സ്പേസ്, യൂറോപ്യൻ സ്പേസ് ഏജൻസി, പോളണ്ടിൻ്റെയും ഹംഗറിയിലെയും ബഹിരാകാശ ഏജൻസികൾ, ഇവരുടെ സംയുക്ത ദൗത്യമാണിത് ആക്സിയം 4 എന്ന് പറയുന്നത്. എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യമാണിത്? ഇപ്പം നടക്കുന്നത് 14 ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യമാണ്. ഈ ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 400 കിലോമീറ്റർ ഉയരമാണ് ISS അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥിതി ചെയ്യുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണല്ലോ പോകുന്നത്. അത് എത്ര ഭൂമിയിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉയരത്തിലാണ്? 400 കിലോമീറ്റർ ഉയരത്തിലാണ് ISS സ്ഥിതി ചെയ്യുന്നത്. നീളം 109 മീറ്ററാണ്, വീതി 77 മീറ്റർ. അപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാവുന്നുള്ളതേ ഉള്ളൂ. 1998 എന്നാണ് ISS സ്ഥാപിച്ചത്? 1998 ഉമാ നെൽവിത്ത് വന്ന് തന്നെയാണ് വികസിച്ചത്. 98 US, റഷ്യ, ജപ്പാൻ, കാനഡ, യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇത്രയും രാജ്യങ്ങൾ ചേർന്നാണ് ISS സ്ഥാപിച്ചത്. US, അമേരിക്ക, റഷ്യ, ജപ്പാൻ, കാനഡ, യൂറോപ്യൻ സ്പേസ് ഏജൻസി. 31 രാജ്യങ്ങളിലായി 60 പേലോഡുകളാണ് ഈ ദൗത്യത്തിലുള്ളത്. 60 പേലോഡ്. 31 രാജ്യങ്ങളായി 60 പേലോഡുണ്ട്. അതിൽ
ISROയുടെ എത്ര പേലോഡാണുള്ളത്? 7 പേലോഡാണ്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഡിഗ്രി ലെവൽ പ്രിലിംസിനായാലും ഡിഗ്രി ലെവൽ മെയിൻസിനായാലും എല്ലാം നമുക്ക് ഈ പേലോഡുകളൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതെല്ലാം ഇനിയുള്ള എക്സാമിനെല്ലാം പ്രതീക്ഷിക്കാം. 7 പേലോഡാണ് ISROയുടെ ഉള്ളത്. അതിൽ ഒന്നാമത്തേത് വോയേജർ ഡിസ്പ്ലേകൾ. മൈക്രോ ഗ്രാവിറ്റിയിൽ കമ്പ്യൂട്ടർ സ്ക്രീനുകൾ പോലുള്ള ഇലക്ട്രോണിക് ഡിസ്പ്ലേകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് പഠിക്കുക. അതിൻ്റെ ലക്ഷ്യം എന്താണ്? മൈക്രോ ഗ്രാവിറ്റിയിൽ കമ്പ്യൂട്ടർ സ്ക്രീനുകൾ പോലുള്ള ഇലക്ട്രോണിക് ഡിസ്പ്ലേകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് പഠിക്കുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം. ഭാവി ബഹിരാകാശ പേടകങ്ങളിലെ കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്യാൻ ഇത് ഉപകരിക്കും. ഒന്നാമത്തെ പേലോഡ് ഏതാണ്? വോയേജർ ഡിസ്പ്ലേകളാണ്. അടുത്തത് വോയേജർ ടാർഡിഗ്രേഡ് എന്ന് പറഞ്ഞാൽ ജലക്കരടി അല്ലെങ്കിൽ വാട്ടർ ഡിയർ, മോസ് പന്നികൾ എന്ന് വിളിക്കുന്ന സൂക്ഷ്മ ജലജീവികൾ ഒന്ന് ഇതിലുണ്ട്. മൈക്രോ ഗ്രാവിറ്റിയിൽ ഇവ എങ്ങനെ പ്രതികരിക്കുമെന്ന് പഠിക്കുകയാണ് ലക്ഷ്യം. ബഹിരാകാശത്തെ അവയുടെ പ്രത്യുൽപാദന രീതി, നിരക്ക്, ഭൂമിയിലുള്ളതിനെ അപേക്ഷിച്ച് ജനിതകത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയുള്ളത് ആ പേലോഡാണ് ഇത്. വോയേജർ ടാർഡിഗ്രേഡ് എന്നുള്ള പേലോഡ്. വോയേജർ ടാർഡിഗ്രേഡ് ബഹിരാകാശത്തിൽ സൂക്ഷ്മ ജലജീവികൾ പോലുള്ള അത് മൈക്രോ ഗ്രാവിറ്റിയിൽ എങ്ങനെ അത് പ്രതികരിക്കുന്നു, അതിൻ്റെ ജനിതഘടന, പ്രത്യുൽപാദന നിരക്ക്, അതൊക്കെ നിരീക്ഷിക്കുക എന്നൊക്കെ രീതിയിലുള്ള പരീക്ഷണം നടത്താനുള്ളതാണ് പേലോഡാണ്. 8 കാലുകളുള്ള ഇവയുടെ ശാസ്ത്രീയ നാമം പതിയെ നടക്കുന്നവർ എന്നർത്ഥമുള്ള ടാർഡിഗ്രേഡ് എന്നാണ്. അപ്പോൾ അതാണ് അതിൻ്റെ പേലോഡിന് പേര് കൊടുത്തിരിക്കുന്നത്, വോയേജർ ടാർഡിഗ്രേഡ്. 8 കാലുകളുള്ള ഇവയുടെ ശാസ്ത്രീയ നാമം എന്താണ്? പതിയെ നടക്കുന്നവർ എന്നർത്ഥമുള്ള ടാർഡിഗ്രേഡ് എന്നാണ്. 0.1 മില്ലിമീറ്റർ മുതൽ 0.5 മില്ലിമീറ്റർ ഒക്കെയാണ് ഇതിൻ്റെ നീളം വരുന്നത്. അടുത്ത പേലോഡ് ക്രോപ്പ് സീഡ് ഓൺ ISS ആണ്. ക്രോപ്പ് സീഡ് ഓൺ ISS 6 തരം വിത്തുകളുടെ വളർച്ച, ഇലകളുടെ വികാസം എന്നിവ പഠിക്കും. ഈ പരീക്ഷണങ്ങളെല്ലാം നടന്നത് ശുഭാംശു ശുക്ലനാണ്. 7 പേലോഡുകളാണുള്ളത് നമ്മുടെ ISROയുടെ ഭാഗമായിട്ട്. മൂന്നാമത്തേതാണ് ക്രോപ്പ് സീഡ് ഓൺ ISS. 6 തരം വിത്തുകളുടെ വളർച്ച, ഇലകളുടെ വികാസം എന്നിവ പഠിക്കാൻ വേണ്ടിയുള്ള പേലോഡാണ് ക്രോപ്പ് സീഡ് ഓൺ ISS. അടുത്തത് സയനോ ബാക്ടീരിയ ഓൺ ISS ആണ്. സയനോ ബാക്ടീരിയ ഓൺ ISS ജലത്തിൽ ജീവിക്കുന്ന പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ള ബാക്ടീരിയയാണ് സയനോ ബാക്ടീരിയ. ജലത്തിൽ ജീവിക്കുന്ന പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ള ബാക്ടീരിയയാണ് ഏത്? സയനോ ബാക്ടീരിയ എന്ന് പറയുന്നത്. സീറോ ഗ്രാവിറ്റിയിൽ 2 ഇനം സയനോ ബാക്ടീരിയയുടെ കോശപ്രവർത്തനം, ജനിതക പ്രവർത്തനം, വളർച്ചാ നിരക്ക് എന്നിവയുടെ താരതമ്യ പഠനത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ പേലോഡുള്ളത്. സയനോ ബാക്ടീരിയ ഓൺ ISS. അടുത്തത് മയോജെനിസിസ് ആണ്. 5ാമത്തെ പേലോഡാണ് മയോജെനിസിസ്. ഈ പേലോഡെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5ാമത്തേതാണ് മയോജെനിസിസ് ആണ്. മൈക്രോ ഗ്രാവിറ്റിയിൽ ശരീരപേശികൾക്ക്, പേശിയായിട്ട് ബന്ധപ്പെട്ടല്ല മയോജെനിസിസ് എന്ന പേശികൾക്ക്, ശരീരപേശികൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ പഠിക്കുക. ബഹിരാകാശ യാത്രികർക്കുണ്ടാകുന്ന പേശി സംബന്ധമായ മാറ്റങ്ങൾ, പേശി സംബന്ധമായ ഇതൊക്കെ കണ്ടെത്തുക. അതാണ് ഇതിൻ്റെ ലക്ഷ്യം, മയോജെനസിസ്. അടുത്തത് സ്പ്രൗട്ട്സ് ആണ്. 6ാമത്തെ പേലോഡ് ഏതാണ്? സ്പ്രൗട്ട്സ് വിത്ത് മുളപ്പിക്കൽ പരീക്ഷണം. അതിനുവേണ്ടിയുള്ള പേലോഡാണ്. ചെറുപയർ, ഉലുവ എന്നീ വിത്തുകളാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് 7ാമത്തെ പേലോഡാണ് സ്പേസ് മൈക്രോ ആൽഗെ. ഭക്ഷ്യയോഗ്യമായ മൈക്രോ ആൽഗകൾ മൈക്രോ ഗ്രാവിറ്റിയിലും വികിരണങ്ങളോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് പഠിക്കാനാണ്. അപ്പം ഭക്ഷ്യയോഗ്യമായ മൈക്രോ ആൽഗകൾ മൈക്രോ ഗ്രാവിറ്റിയിലും അതുപോലെ തന്നെ വികിരണങ്ങളോടും എങ്ങനെ പ്രതികരിക്കുമെന്ന് പരീക്ഷണം നടത്താനാണ് 7ാമത്തെ പേലോഡാണ് സ്പേസ് മൈക്രോ ആൽഗെ. അപ്പോൾ ഏതൊക്കെയാണ് പേലോഡുകൾ? ആദ്യത്തെ പേലോഡുകളുടെ പേരൊന്നുകൂടെ പറയാം. ഒന്നാമത്തേത് വോയേജർ ഡിസ്പ്ലേകളാണ്. 2ാമത്തേത് വോയേജർ ടാർഡിഗ്രേഡ്. ക്രോപ്പ് സീഡ്, 3ാമത്തെ ക്രോപ്പ് സീഡ് ഓൺ ISS. 4ാമത്തേത് സയനോ ബാക്ടീരിയ ഓൺ ISS ആണ്. സയനോ ബാക്ടീരിയ ഓൺ ISS. 5ാമത്തേത് മയോജെനസിസ്. 6 സ്പ്രൗട്ട്സ്. 7 സ്പേസ് മൈക്രോ ആൽഗയാണ്. 7 പേലോഡുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ബഹിരാകാശ ദൗത്യത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡുകളൂടെ നോക്കാം. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് വിശിഷ്ടാംഗത്വം ലഭിച്ചത് KV രാമകൃഷ്ണൻ, അതുപോലെ ഏഴാച്ചേരി രാമചന്ദ്രനുമാണ്. രാമകൃഷ്ണനും അതുപോലെ ഏഴാച്ചേരി രാമചന്ദ്രനും, KV രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനുമാണ് 2024 കേരള സാഹിത്യ അക്കാദമിയിൽ വിശിഷ്ടാംഗത്വം ലഭിച്ചത്. 50,000 രൂപയും 2 പവൻ്റെ സ്വർണ്ണ പതക്കവും അതുപോലെ തന്നെ ഫലകവുമാണ് പുരസ്കാരമായിട്ട് ലഭിക്കുന്നത്. മികച്ച കവിതാ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? അനിതാ തമ്പിക്കാണ്. കവിതയുടെ പേര് മുരിങ്ങവാഴ കറിവേപ്പ എന്ന കവിതയ്ക്കാണ് കിട്ടിയത്, അനിതാ തമ്പി.
ചെറുകഥാ വിഭാഗത്തിൽ കിട്ടിയത് വി ശിനിലാൽ. ഇവരുടെ എല്ലാം കൃതികൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കണം. വി ശിനിലാലിൻ്റെ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന ചെറുകഥയ്ക്കാണ് കിട്ടിയത്. വി ശിനിലാൽ, ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. എൻഡോമെന്റ് വിഭാഗം അവാർഡിൽ ഉപന്യാസത്തിനുള്ള സി ബി കുമാർ അവാർഡ്, ഉപന്യാസത്തിനുള്ള സി ബി കുമാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? എം സ്വരാജിനാണ്. എം സ്വരാജിന്റെ പൂക്കളുടെ പുസ്തകം എന്ന കൃതിക്കാണ് എം സ്വരാജിന് കിട്ടിയത് സി ബി കുമാർ അവാർഡ് ലഭിച്ചത്. അടുത്ത മികച്ച നോവൽ ആർക്കാണ് കിട്ടിയത്? ജി ആർ ഇന്ദുഗോപന്റെ ആനോ എന്ന കൃതിക്കാണ് മികച്ച നോവലിനുള്ള പുരസ്കാരം ലഭിച്ചത്. ജി ആർ ഇന്ദുഗോപന്റെ ആനോ. അവാർഡ് നിരസിച്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആരാണ്? എം സ്വരാജ് ആണ്. എം സ്വരാജ് അദ്ദേഹം പുരസ്കാരങ്ങളൊന്നും വാങ്ങുന്നില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചതായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഏതാണ് അവാർഡ്, നമ്മുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നിരസിച്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് എം സ്വരാജ്. എം സ്വരാജിന് ഏത് അവാർഡ് കിട്ടിയത്? ഉപന്യാസത്തിനുള്ള CB കുമാർ അവാർഡ് കിട്ടി, പൂക്കളുടെ പുസ്തകം എന്ന കൃതിക്കാണ്. അപ്പം ഇന്ന് ജൂൺ 27 വെള്ളിയാഴ്ചത്തെ പത്രത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ നോക്കിയത് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇനിയും ഇത് തുടരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ.